നല്ലൊരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. സത്യം. ഇത് മരിച്ച് തലയ്ക്കും മുകളിൽ നിൽക്കണം. ഇതൊക്കെയാണ് അവളുടെ പ്ലാനുകൾ. കാര്യം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. അപ്പൊ എനിക്ക് പടച്ചവനെ എന്നെ ഇത്രയും ഇട്ട് കഷ്ടപ്പെടുത്തിയവർക്കുള്ള രക്ഷിക്കണേ എന്ന് പറയാനുള്ള ത്യാഗിയൊന്നും അല്ല ഞാൻ. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു. അപ്പോൾ സംഭവം എന്താണ്, ലൈവിൽ നിങ്ങളെ കുറച്ച് വിഷയങ്ങൾ അറിയിക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ലൈവ് ചെയ്തത്. പക്ഷേ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ ലൈവ് കംപ്ലീറ്റ് ചെയ്യാനോ എന്താണ് കാര്യമെന്ന് നിങ്ങളെ അറിയിക്കാനോ ഒന്നിനും ഉള്ള സാവകാശമില്ലായിരുന്നു, പൊരിഞ്ഞാടിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വിഷയം എന്താണ് എന്ന് പറയാൻ എനിക്ക് അതിനുള്ള സൗകര്യം കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം എന്താണ് എന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച്, ഞാൻ ഇന്നലെ വേറൊരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്ക് അടിയിലും വന്ന് കമന്റ് ഇട്ടിരുന്ന എന്താണ് സഹോദരി പ്രശ്നം, എന്താണ് ഇന്നലത്തെ ലൈവിൽ എന്താണ് വിഷയം, ആ സ്ത്രീ ആരാണ്, എന്താണ് ഏതാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ച്, പേഴ്സണലി ചോദിച്ച്, അല്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് തിരക്കി കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ലൈവ് ചെയ്യുന്നില്ല. ലൈവ് ചെയ്ത എല്ലാവരും പറയും, ഓ ഇവക്ക് എന്നും ഒരു ലൈവ് എന്തെങ്കിലും ഒരു വിഷയം അവളെ ഫാമിലി മാറ്റേഴ്സ് എടുത്ത് അവൾ ലൈവിൽ കൊണ്ടുവന്നിടുമെന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞേക്കാം. എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പൊ ഏറ്റവും വലിയ വിഷയം എന്റെ ഫാമിലിയിൽ ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നതാണ്. ഓക്കെ, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്റെ ഫാമിലിയിൽപ്പെട്ടവർക്ക് നാണക്കേടാണ്. നാണക്കേടായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരെന്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ സംഭവം, എനിക്ക് ഒരു അനിയത്തിയുണ്ട്. അതായത് എന്റെ അനിയത്തി എന്ന് പറയുമ്പം എന്റെ സ്വന്തം ചോര അല്ല, അതായത് എന്റെ സ്വന്തം ചോരയാണ്. എന്റെ ഉമ്മാരെ വയറ്റില് ജനിച്ച ഒരു അനിയത്തി. എനിക്കിപ്പോ അനിയത്തി എന്ന് പറയാൻ തന്നെ എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്. അത്രയ്ക്ക് ഞാൻ വെറുത്തു പോയ ഒരു പെൺകുട്ടി എന്നുള്ളൊരു രീതി അവക്ക് ഞാൻ ഒരു പെണ്ണ് എന്നുള്ള ഒരു പരിഗണന ഞാൻ അവക്ക് കൊടുക്കുന്നില്ല. അത്രയ്ക്ക് നശിച്ചവള് എന്നേ എനിക്കിപ്പോ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ രാവിലെ എന്റെ അനിയത്തി കുട്ടിയുമായിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച്. അതിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ വന്നത്. അതിനെ ചൊല്ലി എന്ന് പറഞ്ഞാൽ, അവക്ക് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല, അവൾക്ക് എന്റെ കൂടെ നിന്ന് ഫോണിൽ പോസ്റ്റ് ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് ഞാൻ ഫോട്ടോ എടുത്ത സമയത്ത് അവൾ എന്റെ അടുത്ത് പറയണമായിരുന്നു. പക്ഷെ അവൾ അത് പറഞ്ഞില്ല. ഫോട്ടോ എടുക്കണ്ട എന്നോ അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യരുതോ എന്നോ അവൾ പറഞ്ഞില്ല. അത് ഇട്ടതിന് ശേഷം, ഞാൻ ആ ഫോട്ടോ ഇട്ടതിന് ശേഷം അവൾ എന്നെ രാവിലെ വിളിക്കണം, നീ എന്തിനാണ് എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്, അതിന്റെ ആവശ്യം എന്തൊരു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്റെ അടുത്ത് വിളിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വേറെ ഒരാളുടെ ഫോട്ടോയല്ല ഇട്ടിരിക്കുന്നത്, എന്റെ കൂടെ എന്റെ അനിയത്തിയുടെ ഫോട്ടോയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവൾക്ക് അത് ഇഷ്ടമല്ല. ഓക്കെ ശരി. അപ്പൊ അവൾ എന്റെ പറഞ്ഞു എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ശരി, ഞാൻ പറഞ്ഞു, ഓ ശരി, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഡിലീറ്റ് ആക്കിക്കോളാം. കാരണം എനിക്കൊരു കണ്ടന്റ് ഞാൻ ഇട്ടതാണ്, ആ കണ്ടന്റ് എനിക്ക് ഇട്ട ഉടനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാം പറഞ്ഞതിന് ശേഷം അവക്ക് വേറെ 2 ചേട്ടത്തിമാരുണ്ട്. അതായത് എന്റെ ഉമ്മാക്ക് രണ്ടാമത് വിവാഹം കഴിച്ചു കൊടുത്തതിലുള്ളതാണ് എന്റെ ഈ അനിയത്തി എന്ന് പറയുന്ന ആ വൃത്തികെട്ടവള്. പിന്നെ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ചു കൊടുത്തതിലുള്ളതാണ് ഈ അനിയത്തി. അപ്പൊ ആ വ്യക്തിക്ക്, അതായത് എന്റെ ഉമ്മായുടെ 2ാം ഭർത്താവിന് 2 പെൺമക്കളുണ്ട് കേട്ടാ. ആ 2 പെൺമക്കളില് ഒരാള് എന്റെ ഇക്കാടെ കൂട്ടുകാരനാണ് കെട്ടിയിരിക്കുന്നത്. മനസ്സിലായ? അപ്പം അവിടെ വെച്ച് തുടങ്ങിയ വിഷയങ്ങളാണ്. അവളിപ്പോ ആരെയോ കെട്ടിട്ട് അവൾ എങ്ങനെയോ ജീവിക്കട്ടെ, അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതുവരെ ഞങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്നത്. ആ ഒരു വ്യക്തിയുമായി അവളെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് പല വിഷയങ്ങളും ഉണ്ടായി. പല വിഷയങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളും ഉണ്ടായി. ഇപ്പൊ ഒരാളുടെ സ്വഭാവം മോശമാണ് എന്ന് കണ്ടാൽ നമ്മൾ അതനുസരിച്ച് നിൽക്കണം. അങ്ങനെയല്ലേ ചെയ്യാനുള്ളത്? അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എന്റെ അനിയത്തിയെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് പറഞ്ഞു വിലക്കി. അപ്പൊ ആ ഒരു പറഞ്ഞു വിലക്കി ആ ഒരു സമയം തൊട്ട് എന്റെ അനിയത്തിക്ക് എന്നെ ഇഷ്ടമല്ല. മനസ്സിലായോ? എന്റെ അനിയത്തിക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പൊ എന്റെ അനിയത്തി ഞാനും ആയിട്ട് കുറച്ച് പിണക്കത്തിലൊക്കെ ആയിരുന്നു, മിണ്ടാതെയൊക്കെ ഇരുന്ന് കുറെ നാളൊക്കെ നടന്നതിന് ശേഷം പിന്നെ വീണ്ടും എന്റെ അനിയത്തിയായിട്ട് സഹകരിച്ചു, മിണ്ടി, വീണ്ടും യോജിച്ച് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്കാണ് ഇന്നലെ ഈ ഫോട്ടോയുടെ വിഷയം വന്നത്. ഈ ഫോട്ടോയുടെ വിഷയം അവൾക്ക് എന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. കാരണം അവളുടെ ഈ താത്ത, അതായത് അവളുടെ വാപ്പായിലുള്ള മൂത്ത താത്ത അവളുടെ വാപ്പാരയിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാനൊരു മോശമായ സ്ത്രീയാണ്, അപ്പം ഞാൻ പല ആൾക്കാരുമായിട്ട് ഇടപെടുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞു. അവക്കത് പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ല. ഞാൻ എങ്ങനെയുള്ള സ്ത്രീയാണെന്നും ഞാൻ ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും എന്റെ വീട്ടിലുള്ള എന്റെ ഭർത്താവിനറിയാം. അതുപോലെ എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ എങ്ങനത്തെ സ്ത്രീയാണെന്നുള്ളത്. അതിപ്പോ അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവളുടെ ഭർത്താവ് ഈ ലോകത്ത് അവന്റെ കൂടെ കഴിയാത്ത ഒരൊറ്റ പെൺപിള്ളേരാ ഒരു പെണ്ണുങ്ങളാ കാണത്തില്ല നമ്മുടെ ഈ വെരിങ്ങമല പഞ്ചായത്തിൽ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവളുടെ ഭർത്താവ്. പിന്നെ അവളെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട്. അപ്പം വെഞ്ഞാറ മൂടാണ് അവളെ കല്യാണം കഴിച്ചു കൊടുത്തു വിട്ടത്. അപ്പം അവളുടെ ഭർത്താവ് മരിച്ച് 6 മാസം കഴിയുന്നതിന് മുമ്പ് അവളുടെ ഭർത്താവിന് മരിച്ച് 6 മാസം കഴിയുന്നുള്ള അവളെ കാമുകനായ ഇപ്പോഴത്തെ ഭർത്താവിന്റെ കൂടെ അവൾ ജീവിക്കാൻ ഇറങ്ങി. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, അവളാണോ ഞാനാണോ എത്ര കാര്യമെന്ന് നിങ്ങൾ ചിന്തിക്കണം കേട്ടാ. എത്ര കാര്യമായ ഒരു സ്ത്രീയാണ് എന്ന് ചിന്തിക്കണം. ഒരു മകനുണ്ട്. ആ മകനെ നോക്കി ഇപ്പം എല്ലാരും 2ാമത് സെക്കൻഡ് മാരേജ് ഒക്കെ കഴിക്കും, ഓക്കെ. പക്ഷേ
സ്വന്തം ഭർത്താവ് മരിച്ച് 6 മാസം ആകുന്നതിന് മുമ്പ് കാമുകന്റെ കൂടെ ഇറങ്ങി കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ് അവള്. അവളാണ് എന്നെ ഭരിക്കാൻ വേണ്ടി വന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പം അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കാനും എന്റെ ഈ അനിയത്തി എന്ന് പറഞ്ഞ ഈ ജന്തുവിന് നാണമില്ല. മനസ്സിലായ? എന്റെ കണ്ണാലെ ഞാൻ കണ്ട കാര്യമാണ് പല കാര്യങ്ങളും. അപ്പൊ ഞാനത് അവളുടെ അടുത്ത് പറഞ്ഞപ്പോ അവൾക്ക് അതെന്താണ്, എന്റെ സഹോദരനല്ലേ, എന്റെ കാക്കായല്ലേ എന്നാണ് അവളെന്റെ ചോദിച്ചത്. എന്റെ ഭർത്താവും അവളുടെ കാക്കായാണ്. എന്റെ ഭർത്താവ് ഇന്നേ വരയ്ക്കും എന്താണ് എന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ അവളെ തോളിൽ കൈയിടയും അല്ലാതെ അവളെ സോറി എന്റെ നിയന്ത്രണം വിട്ടുപോകുന്നു. പോട്ടെ, അതൊക്കെ പോട്ടെ. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം എന്നെ കുറിച്ച് അവൾ ആവശ്യമില്ലാതെ പറഞ്ഞത് പ്രകാരം ഞാൻ അവളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോ അവൾ എന്നെ ചീത്ത വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും പള്ളുവിളിയുമായാണ് അവളെ വീട്ടിൽ ഞാൻ കാര്യം തിരക്കാൻ പോയത്. കാര്യം തിരക്കാൻ പോയപ്പോൾ സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന് പറയാൻ വേണ്ടി എന്തിനാണ് കാടമുക്കിൽ, എന്റെ സ്ഥലം കാടമുക്കാണ്, കാടമുക്കില് എന്നെ കുറിച്ച് ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളി ഈ അനിയത്തീരെ ഹസ്ബൻഡിന്റെ അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എന്റെ കൂടെ വീഡിയോ എടുക്കുന്നതും പിന്നെ എന്താണ് എന്റെ അനിയത്തിക്ക് ദോഷം എന്നാണ് പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ എന്നെയും എന്റെ അനിയത്തിയും തമ്മിൽ അടിയുണ്ടാക്കി പിരിക്കുക. എന്റെ അനിയത്തി എന്ന് പറഞ്ഞ ആ സാധനത്തിന് ഈ രണ്ടാം വാപ്പാര മൂത്ത മകളുടെ വീട്ടിൽ കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? അത് ഈ പരിസരത്തുള്ളവർക്ക് അറിയാം എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് സംഗതി. അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ അനിയത്തെ കൊണ്ടുവന്ന് ഞാൻ അവർക്ക് നല്ലൊരു ഭാവി ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പേടി ഒന്ന്. പിന്നെ അവള് പറഞ്ഞു എന്റെ അനിയത്തെ ഞാൻ വിറ്റ് തിന്ന് എന്നോ ആ ലൈവിലുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ. ഇന്നേ വരയ്ക്ക് എന്റെ അനിയത്തിക്ക് ഒരു മുട്ടുസൂചി വാങ്ങിച്ചു കൊടുത്ത ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അവളുടെ ആദ്യ ഭർത്താവ് ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങള് ആ പുള്ളി വാങ്ങിച്ചു. ആ പുള്ളി ഇതേപോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. സത്യം. മരിച്ച് തലയ്ക്കും മുകളിൽ നിൽക്കുകയാണ് ആ മനുഷ്യൻ. ആ വ്യക്തിയെ പോലെ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിട്ടില്ല. അത്രയ്ക്ക് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നല്ല തങ്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. പഠിച്ച ആ മനുഷ്യനെ നേരത്തെ വിളിച്ചു. ഇനി വിളിച്ചതാണോ വിളിപ്പിച്ചതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇതിന്റെ പേരിൽ പല വിഷയങ്ങളും ഈ കാമുകന ഇപ്പോഴത്തെ ഭർത്താവാണ് അന്നത്തെ കാമുകനെ വിളിച്ച് സംസാരിച്ച് അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചീണ്ടാനും പോയില്ല, ചീണ്ടേണ്ട ആവശ്യവും നമുക്കില്ല. പക്ഷെ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നതും സങ്കടം വന്നതും ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണവും എല്ലാം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്റെ അനിയത്തിയുമായിട്ട് ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതാണ് ഏറ്റവും വലിയ കുഴപ്പം. എന്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല, ഓക്കെ ശരി, ഞാൻ ആ കാര്യം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തന. പക്ഷേ എന്റെ രണ്ടാം വാപ്പ ഒരു മകളടുത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ അയാൾ എന്നെ ചീത്ത വിളിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇന്നലെ അത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയത്. ആ വിഷയം ഉണ്ടാക്കിയത് ആ രണ്ടാം വാപ്പാര ആ മകൾ ഒറ്റൊരുത്തിയാണ്. എന്റെ അനിയത്തി എന്ന് പറയുന്ന അവളും ഈ രണ്ടാം വാപ്പാര മോളും കൂടെ ചേർന്നാണ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ ഒന്നാമത്തെ കാര്യം, എന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എന്റെ ഉമ്മ അയാൾ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആ സമയം തൊട്ട് നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 4 പേര്. എന്റെ ഉമ്മ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോയെന്ന് പറയാം. ഡോക്ടർ ചോദിച്ചു ഉമ്മക്ക് എത്ര മക്കളുമ്മ? എന്റെ ഒരു മാനസികമായിട്ട് അസുഖമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ച് 4 മക്കൾ എന്ന് ഉമ്മ പറഞ്ഞു. അപ്പൊ ഡോക്ടർ വിചാരിച്ച് 4 മക്കളാ എന്ന് പറഞ്ഞു. അപ്പോഴേ എന്റെ അനിയത്തി എന്ന് പറഞ്ഞ അവള് പറഞ്ഞ് 4 മക്കളുണ്ട് ഡോക്ടറെ. അത് മൂത്തത് ഞാൻ എന്റെ ഈ താത്തായാണ്, രണ്ടാമത്തത് വേറൊരു താത്ത, അത് എന്റെ വാപ്പായിലുള്ളതാണ്, അങ്ങനെ സെക്കൻഡ് മാരേജ് ആണ് എന്ന എല്ലാ കാര്യങ്ങളും ഡോക്ടർ അടുത്ത് വിവരിച്ച് പറഞ്ഞു. ഏതൊരു സ്ഥലത്ത് പോയി എന്ത് പറഞ്ഞാലും എന്റെ ഉമ്മ ആദ്യം പറയണത് എന്താണ്, എനിക്ക് 4 മക്കളാണ്, എനിക്ക് 4 മക്കളെന്നാണ് എന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്. ഞാനും എന്റെ അടുത്തും ചോദിക്കും നിനക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ലേ? ഉണ്ട്. എത്ര പേര്? 4 പേര്. അങ്ങനെ ഞാൻ ഇന്നേ വരെയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവരെ വീട്ടിൽ സെൻസസ് എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ, സെൻസസ് എടുക്കാൻ വന്നപ്പോ എന്റെ മാരുടെ ചോദിച്ചു എത്ര മക്കൾ? 4 പേര്. അപ്പൊ പറഞ്ഞു അപ്പൊ അവർക്ക് അറിയത്തില്ലല്ലോ ഞാൻ ഇങ്ങനല്ലേ. അപ്പോഴെ വിളിച്ചു 4 പേരാ, നിങ്ങൾ ഇവിടെ 3 പേരല്ലേ ഉള്ളൂ. അപ്പോഴേ എന്റെ അനിയത്തി പറഞ്ഞത് അത് നമ്മളിവിടെ 3 പേരേ ഉള്ളൂ, അത് ഉമ്മാരെ മോളെ കാര്യമാണ് ഉമ്മ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കണം, ഉമ്മാരെ മോളെ കാര്യമാണ് ഉമ്മ പറഞ്ഞതെന്ന്. കുഞ്ഞുനാളില് എന്റെ വീട്ടുകാര് എന്നിൽ നിന്നും അകറ്റിയതാണ് എന്റെ ഉമ്മായ. എന്റെ ഉമ്മാരുടെ സ്നേഹമോ പരിഗണനയോ പരിചരണയോ ഒന്നും ഒരു കുന്തക്കോലും കിട്ടാതെ വളർന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഉമ്മാരുടെ സ്നേഹം എന്താണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ അത് അനുഭവിച്ചറിഞ്ഞ് എന്റെ ഉമ്മാരെ സ്നേഹവും ചൂടും പറ്റി വളർന്നതാണ് എന്റെ അനിയത്തി എന്ന് പറയുന്ന ആ സാധനം. പക്ഷെ അവക്ക് അതിന്റെ ഒരു താരി സ്നേഹം ആ തള്ളയുടെ അടുത്തില്ല. ആ തള്ളയെ അവൾ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് നിങ്ങൾ അറിയണം. ഞാൻ വേറൊരു ദിവസം നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഞാൻ ഇട്ട് തരാം, ലൈവായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വയ്യാത്തൊരു സ്ത്രീയാണ് അവര്. അവരുടെ കൈയും കാലും അവര് നടക്കുന്നത് തന്നെ അത്രയും ബുദ്ധിമുട്ടോട് കൂടിയാണ് അവര് നടക്കുന്നത്. ഒന്ന് കഴുകി കൊടുത്ത് അവക്ക് അറപ്പാണ് അതൊക്കെ. പക്ഷെ അവളുടെ തന്തേര മലവും മൂത്രവും എടുക്കാൻ അവക്ക് യാതൊരു കുഴപ്പവും ഇല്ല. തള്ളയെ അവള് വേർതിരിച്ച് കാണുന്നു. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവൾക്ക് അറിവായ കാലം തൊട്ട് അവൾ ചിന്തിക്കില്ല, അവളെ തീറ്റവും മൂത്രവും എല്ലാം എടുത്ത് വളർത്തിയ അവളെ തള്ളയാണ് അവൾ ഈ ദ്രോഹം ചെയ്യണത് എന്ന് അവൾ ചിന്തിക്കില്ല. അവൾ ഇന്നലെ എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയാണ് എനിക്ക് കല്യാണം പോലും ആയിട്ടില്ല, എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല, എനിക്ക് നാണക്കേടാണെന്ന്.
ഈ നാട്ടിൽ അത്രയും പെണ്ണുങ്ങളെയും കൊണ്ട് നടന്ന് കറങ്ങണവന്റെ കൂടെ തോളിൽ കൈയിട്ട് നടക്കാൻ അവക്ക് നാണക്കേടില്ല. സ്വന്തം കൂടപ്പറപ്പ് ഒരു ഗർഭപാത്രത്തിൽ കിടന്ന് ജനിച്ച് വളർന്ന അവളുടെ സ്വന്തം കൂടപ്പറപ്പായി എന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ അവക്ക് നാണക്കേട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, അവൾ എന്തുമാത്രം തരം താർന്ന ഒരു പെൺകുട്ടിയാണ് എന്നുള്ള. വെറും 19 വയസ്സാണ് അവൾക്കായത്, 19 വയസ്സ്. പക്ഷെ ആ 19 വയസ്സിന്റെ പൊളപ്പല്ല അവൾ കാണിക്കുന്നത്. എനിക്കിത് പറയാൻ തന്നെ നാണക്കേട്. ഇത് പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടാ. സംഭവം ഇവർ ഈ വിഷയം ഉണ്ടാക്കുന്ന എന്തിനാണ്? എന്റെ ഉമ്മയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് അവർ ഈ വിഷയം ഉണ്ടാക്കുന്നത്. അത് ഞാൻ നിങ്ങളുടെ ഇപ്പൊ ഈ വീഡിയോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇവരുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു അഴുക്ക ഒരു സ്ത്രീ, ഒരാൾക്ക് 2 വയസ്സ് ഒരാൾക്ക് 3 വയസ്സ് ഉള്ളപ്പോൾ നഴ്സറിയിൽ കളഞ്ഞിട്ട് ഒരു ലോറിക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയ ഒരു പെണ്ണും പിള്ളയാണ്. ഒരു അഴുക്ക ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുമായിട്ടാണ് അവർ ഇപ്പോഴും വീണ്ടും സൗഹൃദത്തിലാവുന്നത്. എന്റെ പൊന്നോ, എനിക്ക് പറയാൻ വാക്കുകളില്ല. ആ സ്ത്രീയുമായിട്ട് അവര് ഇടപഴകുമ്പോ എന്റെ ഉമ്മയെ അവിടെ നിന്ന് അവർക്ക് ഒഴിവാക്കണം. അവരുടെ സ്വന്തം തള്ളയെ അവർക്ക് ആ വീട്ടിൽ കയറ്റണം. അതിനുള്ള വഴിയാണ് അവർ നോക്കുന്നത്. എന്നെയും എന്റെ ഉമ്മയെ എങ്ങനെയെങ്കിലും എന്റെ അടുത്ത് എത്തിക്കണം. എന്റെ അനിയത്തി എന്ന് പറയുന്ന ആളെയും പിന്നെ വാപ്പായെയും അവക്ക് അവളുടെ വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അവളുടെ പ്ലാനുകൾ, ഫ്യൂച്ചർ പ്ലാനുകൾ. അപ്പൊ ഇന്നലത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ അനിയത്തിയെ നിനക്ക് വിട്ടു തരത്തില്ലടി, എന്റെ അനിയത്തിയെ നിനക്ക് വിട്ടു തരത്തില്ലാന്ന്. എനിക്കിപ്പോ വേണ്ട. എനിക്കിപ്പം പടച്ചോൻ തന്ന ഒരാണും ഒരു പെണ്ണും ഉണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. അവരുടെ കാര്യം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. ഇപ്പൊ എനിക്ക് അനിയത്തി വേണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. എന്നെ വേണ്ടാത്തവളെ എനിക്കും വേണ്ട. ഇന്നലത്തോടു കൂടി എന്റെ അനിയത്തി മരിച്ച് മണ്ണിനടിയിലാക്കി ഞാൻ കുഴിച്ചു മൂടി. അവിടെ തീർന്നു. അനിയത്തിയും ചേട്ടത്തിയും ആയിട്ടുള്ള ബന്ധം അവിടെ തീർന്നു. ഇതേപോലെ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണ്ടായി. അത് അന്നും ഇത് കണക്കായിരുന്നു. പക്ഷെ അന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ല, ഞാൻ ലൈവ് ഇട്ടിട്ടില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. കാരണം എന്താണ്, എല്ലാവരും പറയുന്നത് എന്തിനാണ്? എന്നെ ഞാൻ കുറ്റം പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ്. അതായത് ഈ ലൈവ് ഇട്ടിട്ട് കുറ്റം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടാ. ലൈവ് ഇട്ടിട്ട് എന്താണ് കാര്യങ്ങൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. രണ്ടാം വാപ്പയുടെയും മക്കളുടെയും പിന്നെ ക്രൂരമായ സ്വഭാവ രീതിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അടിയും പ്രശ്നങ്ങളും വഴക്കും. കാര്യം ചോദിക്കാൻ പോയ അവള് ഇന്നലെ എന്നെ അടിച്ച്, ഞാൻ തിരിച്ചടിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പ്രശ്നങ്ങളും വഴക്കളും. എന്നെ അടിച്ച് എന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. കാരണം ഒരു തെറ്റും ചെയ്യാത്ത എന്നെയാണ് അവൾ അടിച്ചത്. അത് ഞാൻ ക്ഷമിക്കൂല, പൊറുക്കൂല. അപ്പൊ എത്രത്തോളം അവള് പറയുന്നുണ്ടല്ല, അവള് ഭയങ്കര മാന്യാണ്, മറ്റതാണ്, മറിച്ചതാണ്, ആനയാണ്, ചേനയാണ്. ആ മാന്യമായ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നെ അത്രയും മോശമായിട്ട് എന്നെ ചിത്രീകരിച്ച ആ ഒരു സ്ത്രീ എത്രത്തോളം മോശമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഭർത്താവ് മരിച്ച് 6 മാസം ആവുന്നതിന് മുമ്പ് സ്വന്തം കാമുകന്റെ കൂടെ ഇറങ്ങി വന്ന വ്യക്തി. ഏച്ച് കെട്ടിയാ മുഴച്ചേ ഇരിക്കുകയുള്ളൂ കേട്ടാ. അതിലൊരു മോനും കൂടെ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇന്നലത്തെ സംഭവങ്ങൾ. അപ്പം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ല. അനിയത്തിയുടെ കാര്യമായാലും ചേട്ടത്തിയുടെ കാര്യമായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇന്നലെ എന്നെ അടിച്ചതും ആരാണെന്ന് അറിയാല, രണ്ടാം വാപ്പയുടെ മൂത്ത മകള് കേട്ടാ. അയാളെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയൊക്കെ പെണ്ണുണ്ടോ അവിടെയൊക്കെ പോയി പെണ്ണ് കെട്ടി നടക്കണ ഒരുത്തനാണ് അയാള്. പിന്നെ വീട്ടുകാര് ഒന്നും ആലോചിക്കാതെ പറക്കി കെട്ടിച്ചും കൊടുത്ത് ലാസ്റ്റ് എനിക്ക് തള്ളയില്ലാതായി. ആരും ഇല്ലാത്ത വിധത്തിൽ എല്ലാരും കൂടെ ആക്കി വെച്ച്. അപ്പം ആർക്കും ഒന്നും അറിയേണ്ടതാനും. ഉമ്മാക്ക് എന്റെ അമ്മ ആ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സമയത്ത് ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ എന്റെ വീട്ടിൽ പറഞ്ഞു വിടും. അന്ന് എന്റെ അമ്മച്ചമ്മ ജീവനോടുണ്ട്. അപ്പൊ എന്റെ അമ്മച്ചമാർക്ക് പറഞ്ഞു വിടും, ആശുപത്രി കൊണ്ടുപോണേ, നാണം കിട്ടാൻ ആശുപത്രി പോലും കൊണ്ടുവരെ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ വന്നെന്ന് നോക്ക പോലും ചെയ്യത്തില്ല, പൈസ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെയാണ് എന്റെ അമ്മ വീട്ടിൽ കഴിഞ്ഞത്. രണ്ടാമത്തെ വിവാഹം കഴിച്ചു കൊടുത്ത് താമസിച്ചത്. ആശുപത്രി കിടക്കുമ്പോൾ ഇപ്പോഴും ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഇന്നേ വരയ്ക്ക് അയാൾ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ചികിത്സ ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ ആശുപത്രിയിൽ എപ്പോഴും കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പോകണം, ഇല്ലെങ്കിൽ എന്റെ ഉമ്മാരെ വാപ്പ പോണം, അല്ലെങ്കിൽ ഉമ്മാരമ്മ പോണം. ഉമ്മാരമ്മ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. ഈ 5 വർഷം വരെയും പിന്നെ ഞാനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ ഉമ്മാരെ സഹോദരൻ ആ പുള്ളിയെ വിളിച്ച് പറയും, പുള്ളി പൈസ കൊടുക്കണം, പുള്ളി കൊണ്ടുപോകണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയാൾ കൊണ്ടുപോയി നോക്കിയാൽ അയാൾ ശരി പിന്നെ അന്വേഷിക്കുകയെ ചെയ്യത്തില്ല. പിന്നെ വീട്ടിൽ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം, ഇത്രയും കാലം നോക്കി എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് വീട്ടിൽ പാചകം ചെയ്ത പാചക സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, ആവശ്യ സാധനങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത് ഒരു സ്ത്രീയുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ തീർന്ന അവിടെ കഴിയുമോ എല്ലാം? ഒരു ഭർത്താവിന്റെ കടമ അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടത്തെ ജീവിതം. എന്റെ ജീവിതമാണ് കേട്ടോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. എന്റെ ഉമ്മാരെയൊക്കെ ജീവിതങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നത്. എന്നെ ഇപ്പൊ തള്ളി പറയുന്നവര് എന്നെ അംഗീകരിക്കണമെന്ന് ഞാൻ പറയില്ല. എന്നെ ഇപ്പൊ തള്ളി പറയുന്ന ആൾക്കാര് പിന്നീട് എന്നെ ഓർത്ത് ദുഃഖിക്കും. അതിനുള്ള അവസ്ഥ പടച്ചോൻ വലിയവനാണ്, പടച്ചോൻ കൊടുത്തോളൂ. അത്രേ ഉള്ളൂ. ഞാൻ പടച്ചോന്റെ അടുത്ത് ദുആ ചെയ്യാണ്, പടച്ചവനെ എന്നെ ഇത്രയും ഇട്ട് കഷ്ടപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ നീ കൊടുത്തിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയ്ക്ക് ത്യാഗ മനസ്സൊന്നുമല്ല. അവരെ നീ രക്ഷിക്കണേ എന്ന് പറയാനുള്ള ത്യാഗിയൊന്നും അല്ല ഞാൻ. എന്നെ കഷ്ടപ്പെടുത്തിയവർക്ക് പടച്ചവനെ നീ കൊടുക്കണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.